കണ്ണൂരിലെ ബോംബ് സ്ഫോടനം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പിന്നിൽ CPM ആണെന്ന് പ്രതിപക്ഷം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നത് CPM ആണ്. ചിഹ്നം പോയാൽ CPM-ന് ബോംബ് ചിഹ്നമാക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. പഴയ കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് ആണ് ബോംബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 or 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? കണ്ണോളി മോഹൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കിട്ടിയ സ്റ്റീൽ വസ്തു പരിശോധിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ച് ക്രൈം നമ്പർ 607/2024 തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. നിയമസഭയിൽ ബോംബ് വിഷയം വലിയ പ്രാധാന്യത്തോടെ എത്തി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിയപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി? ഈ വിഷയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുകയാണോ? എന്താണ് മനസ്സിലാക്കുന്നത്? തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് ഇന്ന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കൂടാതെ ഈ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ വസ്തു പരിശോധിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് ഈ മരണം നടന്നത്. ഈ മരണം എന്തായാലും ദൗർഭാഗ്യകരമാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാരായ 15 പേരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതെന്നടക്കമുള്ള ഇതിന്റെ നടപടികൾ മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഈ വിഷയം ആയുധമാക്കുന്ന രീതിയിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. പോലീസ് എത്തുന്നതിന് മുൻപ് അവിടെ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. കൂടാതെ പാനൂരിലെ നിരവധി സംഭവങ്ങൾ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടി. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ നടന്ന സ്ഫോടനം ഉൾപ്പെടെ സർക്കാരിനെതിരെ ആയുധമാക്കുന്ന തരത്തിൽ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നു. ഈ സമയത്താണ് പ്രധാനമായും പഴയ കാര്യങ്ങൾ വച്ചാണെങ്കിൽ അതിന് ഉത്തരവാദികളെ കുറിച്ച് പറയേണ്ടതില്ല എന്ന കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത്. പ്രധാനമായും 10ഉം 15ഉം വർഷം മുമ്പേയുള്ള കാര്യങ്ങൾ ചരിത്രം അടിയന്തര പ്രമേയത്തിൽ ഉന്നയിക്കേണ്ടതില്ല എന്നൊരു കാര്യം സ്പീക്കറും ഇതിനിടയ്ക്ക് പരാമർശിച്ചു. എന്നാലും CPM-ന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നും ഇത് തെളിഞ്ഞ കാര്യമാണെന്നും പ്രതിപക്ഷം നിയമസഭയിൽ പറയുകയുണ്ടായി. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ ചരിത്രത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരാമർശിച്ചാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി സഭയിൽ പരാമർശം നടത്തിയത്. അതിൽ കോൺഗ്രസിനെ പരിഹസിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ചിരുന്നതടക്കമുള്ള പഴയ സംഭവങ്ങൾ നിയമസഭയിൽ ഓർമ്മിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം പൊതുവെ നിലനിൽക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിന്റെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നും ബോംബ് നിർമ്മാണത്തിനോട് ഒരു വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി. പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് സർക്കാർ നടപടികൾ പരാജയമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബോംബ് വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.